ഈശംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 17 മുതൽ 22 വരെയുള്ള തിരുവചന ഭാഗമാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത്. ഈശോ 72 ശിഷ്യന്മാരെ വചനപ്രഘോഷത്തിന് വേണ്ടിയിട്ട് അയച്ചു. അവർ മടങ്ങി വന്ന് ഈശോയോട് അവരുടെ വഴികളിൽ നടന്ന ദൈവത്തിൻ്റെ അത്ഭുതകരമായ ഇടപെടലുകളെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുകയാണ്. പിശാചികൾ തങ്ങൾക്ക് കീഴടങ്ങി, ഇടിമിന്നൽ പോലെ അവ നിവദിക്കുന്നത് ഞങ്ങൾ കണ്ടു. വലിയ സന്തോഷത്തോടെ അവർ അവരുടെ സാക്ഷ്യം നൽകുമ്പോൾ ഈശോ പറഞ്ഞു, ഈ നടന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങൾ സന്തോഷിക്കേണ്ടത് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിലാണ്. തുടർന്നുള്ള വാക്കുകൾ ഈശോ പറയുന്നത്, ദൈവത്തിന് നന്ദി പറയുകയാണ്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും അങ്ങ് മറച്ചു വച്ച വചനത്തിൻ്റെ രഹസ്യം എളിയ ദാസർക്ക്, ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നു എന്നതിന്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക്, അവിടുത്തെ പൗരോഹിത്യത്തിലേക്കും സന്യാസ ജീവിതത്തിലേക്കുമൊക്കെ ഉയർത്തപ്പെടുന്ന വ്യക്തികൾ അവർ പഠിച്ച വിദ്യാലയങ്ങളിലെ ഏറ്റവും ടോപ്പേഴ്സ് ആയിരിക്കണമെന്നൊരു നിർബന്ധമില്ല. അവരാരും തന്നെ റാങ്ക് ഹോൾഡേഴ്സ് ആയിരിക്കണമെന്ന് അങ്ങനെയുള്ളവരുണ്ടാകാം, നിർബന്ധമൊന്നുമില്ല. സെമിനാരി പരിശീലന കാലത്തും ഏറ്റവും ടോപ്പറായിട്ട് പെർഫോം ചെയ്തവരാകണമെന്നില്ല ഇടവകയിലെ വികാരിയച്ഛന്മാരായിട്ടോ ഒക്കെ സേവനം ചെയ്യാനായിട്ട് കടന്നു വരിക. വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനി പുണ്യാളച്ചൻ ഒരുപാട് പരീക്ഷകളിൽ പരാജയപ്പെടുകയും ഒരുപക്ഷെ അദ്ദേഹത്തെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തണമോ എന്ന് പോലും സംശയം തോന്നിയ ഒരു വ്യക്തിത്വമാണ്. പക്ഷേ തൻ്റെ ആത്മീയ ജീവിതം ദൈവത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യത്തോട് അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോയപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇടപെട്ടതിനാൽ ദൈവം കൊടുത്ത അംഗീകാരമുദ്രയാണ് അദ്ദേഹത്തിൻ്റെ വിശുദ്ധ പദവി എന്ന് നമുക്കറിയാം. കുമ്പസാരക്കൂടിനെ വിശുദ്ധിയുടെ ഉറവിടമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇന്നും സഭയിൽ ദൈവം പ്രവർത്തിക്കുന്നത് എളിയ ദാസരിലൂടെയാണ്. വിജ്ഞാനത്തിൻ്റെ, വിവേകത്തിൻ്റെ കാര്യത്തിൽ അഗ്രഗണ്യരായ വ്യക്തികളെ മാറ്റി നിർത്തിയിട്ട്, പഠന മേഖലയിൽ നൈപുണ്യം നേടിയവരെ മാറ്റി നിർത്തിയിട്ട് അവിടുന്ന് പൗരോഹിത്യത്തിലേക്കും സമർപ്പിത ജീവിതത്തിലേക്കുമൊക്കെ ഉയർത്തുന്നത് എളിയ ദാസരായവരെ. അതുകൊണ്ട് തന്നെ അവരുടെ കരങ്ങളിലൂടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ബൗദ്ധിക മേഖലയിലെ, വൈജ്ഞാനിക മേഖലയിലെ നൈപുണ്യത്തിനപ്പുറത്ത് ദൈവം ഇടപെടുന്നത് എളിമയുടെ, ആത്മീയതയുടെ തലങ്ങളിലാണ്. ആ കാര്യത്തിനാണ് ഈശോ പോലും ദൈവത്തിന് നന്ദി പറയുക. ശിശുക്കൾ എന്നാണ് ഈശോ ആ ജ്ഞാനം കുറഞ്ഞവരെ, വിവേകം കുറഞ്ഞവരെ വിളിക്കാൻ വേണ്ടി ആഗ്രഹിക്കുക. ജ്ഞാനവും വിവേകമൊന്നും പുരോഹിതനും സന്യസ്തർക്കും വേണ്ട എന്നോ ഇല്ല എന്നോ അല്ല ഞാൻ പറഞ്ഞതിനർത്ഥം. അവിടുന്ന് എടുത്തുയർത്തുന്നത് എളിയവരെയാണ് എന്ന ബോധ്യം. നമ്മളും ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവവിളി എന്ന് പറഞ്ഞാൽ പൗരോഹിത്യവും സന്യസ്തവും മാത്രമല്ലല്ലോ, കുടുംബജീവിതത്തിലും ഏകസ്ഥ ജീവിതത്തിലുമൊക്കെ ഇത് ദൈവത്തിൻ്റെ ഒരു വിളിയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയോട്, ദൈവത്തിൻ്റെ അനുഗ്രഹ വഴികളോട് അവിടുന്ന് ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്നത് എളിയ ദാസരെയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ബൗദ്ധിക മേഖലയിലെ അഗ്രഗണ്യന്മാർ ഒരുപക്ഷെ കുടുംബജീവിതത്തിൽ പോലും പരാജയപ്പെടുമ്പോൾ, അധികം വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത, ഏറെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ട് പോലും ഇല്ലാത്തവർ എത്രയോ സന്തുഷ്ടമായ കുടുംബജീവിതം എന്ന ദൈവവിളി അനുഗ്രഹത്തിൻ്റെ മേഖലയാക്കി മാറ്റുന്നു. ഏകസ്ഥ ജീവിതത്തിൽ നയിക്കുന്നവർ എളിമയുടെ വചനപ്രഘോഷത്തിലേക്ക് മേഖലയിൽ പുലർത്തുന്ന അത്ഭുതാവഹമായ ചില ഉദാഹരണങ്ങൾ നമുക്കേറെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ പദ്ധതിയെ ചേർത്ത് പിടിക്കാം. എളിമ ഉള്ളവനെ ഉയർത്തുന്ന, താണ നിലത്തെ വേരോടു, അവിടെ ദൈവം തുണയാകൂ എന്ന് പറയുന്ന
ആ നാടൻ ശൈലി നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ചേർത്ത് വെച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി എളിമപ്പെടുന്നവനെ ഉയർത്തുന്ന അവിടുത്തെ അനുഗ്രഹത്തിൻ്റെ അത്ഭുതത്തെക്കുറിച്ച് നമുക്ക് പ്രാർത്ഥനയോടെ പ്രതീക്ഷിക്കാം. എൻ്റെ ജീവിതത്തിലും അവൻ കടന്നു വരും, എൻ്റെ ജീവിതത്തിലും അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. എളിമയും വിനയവുമുള്ളവനായിട്ട്, എളിമ, ശാന്തി, വിനയമുള്ള തിരുഹൃദയമേ, എൻ്റെ ഹൃദയം അങ്ങേ തിരുഹൃദയത്തിനൊത്തമാക്കണമേ എന്ന പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയർത്തി പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാളിന് വേണ്ടിയിട്ട് ഹൃദയപരമാർത്ഥത്തോടെ നമുക്ക് ഒരുങ്ങാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാരൂപിയുടെ സഹവാസവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.